അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ ഉറുദു കുറച്ച് ദിവസമായി എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും തുടങ്ങാണ്. 11ാമത്തെ പാഠം, സബക്ക് 11 നന്നി പരി. നല്ല മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശരിക്കും പോലെ ശ്രദ്ധിച്ച് കേൾക്കാം. നന്നി പരി എന്ന് പറഞ്ഞാൽ ചെറിയ യക്ഷി, ചെറിയ സുന്ദരിയായ യക്ഷിക്കാണ് നന്നി പരി എന്ന് പറയാം. നന്നി എന്ന് പറഞ്ഞാൽ ചെറിയത് എന്നുണ്ട്, പിന്നെ എന്താ പറയുക, ചെറിയത് മൃദുലമായത്. നമ്മളിവിടെ അർത്ഥം വെക്കുന്നത് ചെറിയ. അപ്പം ചെറിയ യക്ഷി, ചെറിയ മാലാക. മുദ്ദത്തെ ഗുസ്റെ, വായിക്കാൻ പഠിക്കണം. മുദ്ദത്തെ ഗുസ്റെ കിസി ജംഗൽ മേ ഏക് നന്നി സി പരി ഹരി ഹരി ഗാസ് പർ ഇധർ ഉധർ ടഹൽ രഹി തീ. ടഹൽ രഹി തീ ഇതുവരെ വായിക്കാൻ ശരിക്കും പോലെ പഠിക്കണേ. മുദ്ദത്തെ ഒരുപാട് കാലങ്ങൾ, മുദ്ദത്ത് പറഞ്ഞാൽ കാലം, ഒരുപാട് കാലങ്ങൾ. ഗുസറെ, ഗുസർന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കടക്കുക, മുറിച്ചു കടക്കുക എന്നൊക്കെ. അപ്പോൾ ഒരുപാട് കാലങ്ങൾ ഗുസറെ കഴിഞ്ഞു കടന്നു. കിസി ജംഗൽമേ ഏതോ ഒരു കാട്ടിൽ, ഏക്ക് ഒരു നന്നീസി പരി, ഒരു ചെറിയതായ, നന്നി എന്ന് പറഞ്ഞാൽ ചെറിയത് എന്നാ, നന്നി സീ എന്നും കൂടി പറഞ്ഞാൽ നല്ല ചെറിയ, പരി യക്ഷി അല്ലെങ്കിൽ മാലാക. ഹരി ഹരി ഗാസ്മേ, ഹരി എന്ന് പറഞ്ഞാൽ പച്ചയായ, അപ്പം ഹരി ഹരി ഗാസ്മേ പച്ച പുല്ലിൽ, ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, അപ്പം ഹരി ഹരി ഗാസ് പർ അതായത് പച്ച നിറഞ്ഞ, അതായത് പച്ചയായ പുല്ലിൽ, ഇതർ ഉദർ, ഇതർ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഉദർ എന്ന് പറഞ്ഞാൽ അവിടെ, അപ്പം ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ ഇവിടെയും അവിടെയുമായിട്ട്. ടഹൽ രഹീത്തി, ടഹൽ എന്ന് പറഞ്ഞാൽ ചലിക്കുക, നീങ്ങുക എന്നൊക്കെ പറയും. അപ്പം ടഹൽന നീങ്ങുക, ടഹൽ രഹീത്തി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ ചെറിയ മാലാകക്കുട്ടി കാട്ടിൽ, ഏതോ ഒരു കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പച്ചയായ പുല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നടക്കുകയായിരുന്നു, നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബഹുദ്ഹി, ബഹുദ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ബഹുദ്ഹി എന്ന് പറഞ്ഞാൽ ഒരുപാട് തന്നെ. ചോട്ടി ചെറിയ, പരീതി എന്തായിരുന്നു, യക്ഷിയായിരുന്നു. നമ്മൾ ചെറുതെന്ന് പറഞ്ഞാൽ കേവലം ചെറുതല്ല, നല്ല ചെറിയൊരു പരിയായിരുന്നു, അതായത് യക്ഷിയായിരുന്നു. യക്ഷി എന്ന് പറഞ്ഞാൽ മാലാക കേട്ടോ. ആജ് ഇന്നാണെങ്കിൽ, ആജ് ഇന്ന്, പഹ്ലി മർത്തബ ആദ്യത്തെ പ്രാവശ്യം, ഉസ്സെ പഹ്ലി, പഹ്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ഒന്നാമത്തെ എന്നൊക്കെ പറയും, മർത്തബ എന്ന് പറഞ്ഞാൽ പ്രാവശ്യം. അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം, ഉസ്സെ അതിന്, ഉസ്സെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉസ്കോ എന്നാണ്, അതിന്, അതിനെ ചുരുക്കിയതാണ് ഉസ്സെ. അപ്പം അതിന് ആദ്യത്തെ പ്രാവശ്യം ചെൽനെ നടക്കാനും, പിർനെ ചുറ്റിത്തിരിയാനും, ചെൽന നടക്കുക, പിർന എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുക. അപ്പം ആ ചെറിയ മാലാക കുട്ടിക്ക് ഇന്നാണ് ആദ്യത്തെ പ്രാവശ്യം ചെൽനെ ചലിക്കാനും, പിർനെ ചുറ്റിത്തിരിയാനും, പിർനേക്ക ചുറ്റിത്തിരിയാനുമുള്ള മൗക്യ അവസരം, മിലാത്ത കിട്ടിയിരുന്നത്. മിൽന എന്ന് പറഞ്ഞാൽ കിട്ടുക, മൗക്യ എന്ന് പറഞ്ഞാൽ അവസരം. അപ്പം ശരിക്കും ഇങ്ങനെയാണ്, ഉസ്കോ അതായത് ഉസ്സെ ചെൽനേക്ക പിർനേക്ക, ആ കാ എന്നുള്ളത് ഇതിൻ്റെ, ഇൻ്റെ എന്നൊക്കെ അർത്ഥം ഉണ്ടാവല്ലോ. അപ്പോൾ ചലിക്കുന്നതിൻ്റെ, ചുറ്റിത്തിരിയുന്നതിൻ്റെ മൗക്യ അവസരം, മിലാത്ത കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ്, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കടന്നു. ഏതോ ഒരു കാട്ടിൽ ചെറിയതായ ഒരു ചെറിയ മാലാകക്കുട്ടി പച്ച നിറഞ്ഞ പുല്ലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ പോരാ, നല്ല ചെറിയൊരു എന്തായിരുന്നു, മാലാകക്കുട്ടിയായിരുന്നു. ഇന്ന് ആദ്യത്തെ പ്രാവശ്യം ആ മാലാകക്കുട്ടിക്ക് ചലിക്കാനും ചുറ്റിത്തിരിയാനുമുള്ള അവസരം കിട്ടിയിരുന്നത് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ അത് മുതലാക്കാൻ പോവാ. യഹി വജഹത്തി, ഈ കാരണമായിരുന്നു. യഹി ഇത് തന്നെയാ, യഹി എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഇത് എന്ന് പറയും. യഹി ഇത് തന്നെ, വജഹത്തി കാരണമായിരുന്നു. വജഹ് എന്ന് പറഞ്ഞാൽ കാരണം, കെ എന്തെന്നാൽ, കാരണം എന്താ, എന്തെന്നാൽ, വോ അവൻ, അതായത് ആ നന്നി പരി, അച്ചി ബുരി പരിയോമേ, അച്ചി നല്ലതും, ബുരി ചീത്തതുമായ, പരിയോമേ യക്ഷികളിൽ, മാലാകകളിൽ, തമീസ് ന കർ സക്തി തീ, തമീസ് ന കർ സക്തി, തമീസ് കർണ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുക, വകതിരിവ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പം വേർതിരിച്ചറിയാൻ, തമീസ് ന കർ സക്തി തീ വേർതിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അതിനെന്ത് ആദ്യ പ്രാവശ്യം, അതായത് ഏത് മാലാകയാണ് നല്ലത്,
ഏത് മാലാകയാണ് ചീത്തത് എന്ന് എന്താ പറയുക പാവം ചെറിയ മാലാക കുട്ടിക്ക് വേർതിരിച്ചാൻ അറിയാൻ സാധിച്ചിരുന്നില്ല. അത്രക്കും ആദ്യ പ്രാവശ്യമാണ് അതിങ്ങനെ വരുന്നത്. ആദ്യ പ്രാവശ്യം ചുറ്റിത്തിരിയുമ്പോൾ ഇങ്ങനെയാണല്ലോ, ഇത് ഏതാണ് അത് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അതാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്താ പറയുക ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ നല്ലത് ഏതാണോ ചീത്തത് ഏതാണോ എന്നും ഈ ചെറിയ മാലാക കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടക്കമായതുകൊണ്ട് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ എടുക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.